Next, we want to study the data transfer operation in SCSI. So, which is very important one, and it is a university question. SCSI data transfer operation എങ്ങനെയാണ് നടക്കുന്നത്? Suppose we can take an example. Suppose that a processor wants to read data from disk. Processor diskil ninna data read ചെയ്യണം. And the information or the data is stored on disk as sectors. നമുക്കറിയാം ഇപ്പോൾ ഈ എക്സാമ്പിളിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു പോയിന്റ് കൂടെ പറയണം. You will study in operating system, that is how the information is stored on disk. ഡിസ്കിൽ ഇൻഫർമേഷൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻഫർമേഷൻ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത് സെക്ടേഴ്സ് ആയിട്ടാണ്. ട്രാക്സും സെക്ടേഴ്സും അതൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ പഠിക്കും. സെക്ടർ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. യു ജസ്റ്റ് ഇമാജിൻ എ സർക്കുലർ കേക്ക്. ഒരു വട്ടത്തിലുള്ള ഒരു കേക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ കേക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണ്? ഒരു ട്രയാങ്കിൾ പീസ് പോലെയാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആൻഡ് വൺ ട്രയാങ്കിൾ പീസ് ഇൻ എ കേക്ക് ഇസ് സിമിലർ ടു വൺ സെക്ടർ ഇൻ എ ഡിസ്ക്. അപ്പോൾ കേക്കിൽ ഒരു നിങ്ങൾ കട്ട് ചെയ്യുന്ന ആ ഒരു പീസാണ് ഡിസ്കിൻ്റെ സെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫർമേഷൻസ് ആർ സ്റ്റോർഡ് ഓൺ ഡിസ്ക് ആസ് സെക്ടേഴ്സ്. ഒരു ഡിസ്ക് എടുക്കുകയാണെങ്കിൽ ഡിസ്ക് സർക്കിൾ, ഈ നമ്മൾ സർക്കിൾ കേക്ക് പറഞ്ഞ പോലെയാണല്ലോ. അപ്പോൾ കേക്കിലെ ഓരോ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ കേക്ക് പീസ് പോലെ ഇരിക്കും സെക്ടേഴ്സ്. ആൻഡ് ദി ഇൻഫർമേഷൻസ് മേ നോട്ട് ബി സ്റ്റോറിങ് ഓൺ ദ ഡിസ്ക് കണ്ടിന്യൂസ്ലി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇമാജിൻ ചെയ്യാം ഒരു സെക്ടർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും തൊട്ടടുത്തുള്ള സെക്ടറിലെന്നും ചിലപ്പോൾ ഇമാജിൻ ചെയ്യാം. ബട്ട് ഇറ്റ് മേ നോട്ട് ബി ദ കേസ്. അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു സെക്ടറിൽ കഴിഞ്ഞതിൻ്റെ ബാക്കി ചിലപ്പോൾ 2-3 സെക്ടർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ ചില സെക്ടേഴ്സ് ചിലപ്പോൾ ഡാമേജ് സെക്ടേഴ്സ് ആയിരിക്കാം, അതായത് അതിൽ ഡേറ്റ കറപ്റ്റഡ് ആയിരിക്കാം. സോ ലൈക്ക് ദാറ്റ് എ ലോട്ട് ഓഫ് പോയിന്റ്സ് ആർ ദെയർ വൈൽ യു ആർ സ്റ്റോറിങ് ഇൻഫർമേഷൻസ് ഓൺ ഡിസ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ എങ്ങനെ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ട. അപ്പോൾ പ്രൊസസ്സർ, നമ്മൾ എടുത്ത എക്സാമ്പിളിൽ പ്രൊസസ്സർ വാണ്ട് ടു റീഡ് ഡേറ്റ ഫ്രം ദ ഡിസ്ക്. ഡിസ്കിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എക്സാമ്പിളിൽ ഈ ഡേറ്റ ഓരോ രണ്ട് സെക്ടറിലായിട്ടാണ് സപ്പോസ് ദ ഡേറ്റ വി വോണ്ട് ആൻഡ് വിച്ച് ഇസ് നോട്ട് കണ്ടിന്യൂസ്. അടുത്തടുത്ത സെക്ടേഴ്സ് അല്ല, കുറച്ച് മാറിയുള്ള 2 സെക്ടേഴ്സിലായിട്ടാണ് നമ്മളുടെ ഡേറ്റ കിടക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ വേണം പ്രൊസസ്സറിന് റീഡ് ചെയ്യാൻ. അപ്പോൾ പ്രൊസസ്സർ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? പ്രൊസസ്സർ വിൽ സെൻഡ് എ കമാൻഡ് ടു ദ SCSI കൺട്രോളർ ദാറ്റ് ഇറ്റ് വാണ്ട് ടു ഡു റീഡ് ഓപ്പറേഷൻ ഫ്രം ദ ഡിസ്ക്. അപ്പോൾ പ്രൊസസ്സർ ആദ്യം ആർക്കാണ് കൺട്രോൾ കൊടുക്കുന്നത്? SCSI കൺട്രോളറിന്. പ്രൊസസ്സറിന് കോൺടാക്ട് SCSI കൺട്രോളറുമായിട്ടാണ്. SCSI കൺട്രോളറാണ് ഡേറ്റ ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള ബാക്കി സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നത്. So we are just coming to the point, that is we took an example in which processor want to read data from the disk, and suppose that the data is stored on disk as 2 sectors which are not contiguous. So first the processor will send a command to the SCSI controller that it want to do the read operation. It want to read the data from the disk. And after that we have to study what are the different steps done by the SCSI controller in order to perform the read operation. ഇപ്പോൾ പ്രൊസസ്സറിന് വേണ്ടത്, പ്രൊസസ്സർ ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ പ്രൊസസ്സർ ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രൊസസ്സർ SCSI കൺട്രോളറിന് കമാൻഡ് കൊടുക്കും, ഡിസ്കിൽ നിന്ന് എനിക്ക് ഇത്ര സെറ്റ് ഓഫ് ഡേറ്റ, അതായത് 2 സെക്ടറിലുള്ള ഡേറ്റ എനിക്ക് റീഡ് ചെയ്ത് കിട്ടണം എന്നും പറഞ്ഞ് പ്രൊസസ്സർ കമാൻഡ് കൊടുക്കും. റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ് റീഡ് ചെയ്യുന്നത്? ദ ഇൻഫർമേഷൻസ് വിൽ ബി ട്രാൻസ്ഫർ ടു ദ മെമ്മറി. ഡിസ്കിൽ നിന്ന് എടുത്ത് മെമ്മറിയിലേക്ക് വെക്കുക, അതാണ് ശരിക്കും വേണ്ട ആക്ഷൻ. അപ്പോൾ പ്രൊസസ്സറിൽ നിന്ന് ഈ കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഡൺ ബൈ ദ SCSI കൺട്രോളർ. ഇനി അടുത്ത ടാസ്ക് SCSI കൺട്രോളറിൻ്റെയാണ്. ഡേറ്റ എടുക്കാനും ഡിസ്കിൽ നിന്ന് ഡേറ്റ എടുക്കാനും ആ എടുത്ത ഡേറ്റ മെമ്മറിയിൽ കൊണ്ട് വയ്ക്കേണ്ടതുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി SCSI കൺട്രോളറിനാണ്. So now the data transfer will begin. ഇനിയാണ് ഡേറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ സീ ഇൻ 9 സ്റ്റെപ്സ്, 9 സ്റ്റെപ്പിലായിട്ടാണ് SCSI ഈ ഡേറ്റേനെ മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്സ് നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് SCSI കൺട്രോളർ വിൽ ആക്ട് ആസ് ദ ഇനിഷ്യേറ്റർ ആൻഡ് ഇറ്റ് വിൽ ട്രൈ ഫോർ ദ ബസ് ഓർ ഇറ്റ് വിൽ കണ്ടൻസ് ഫോർ ദ ബസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്? SCSI കൺട്രോളറാണ് ഡേറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ കേസിൽ 2 കൺട്രോളേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് കൺട്രോളർ എന്ന് പറയുന്നത് ഇനിഷ്യേറ്റർ, സെക്കൻഡ് കൺട്രോളർ എന്ന് പറയുന്നത് ടാർഗറ്റ്. ഇനിഷ്യേറ്റർ വിൽ സ്റ്റാർട്ട് ദ ഡേറ്റ ട്രാൻസ്ഫർ and the target is the device from which it will
read or it will transfer the data. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? SCSI കൺട്രോളർ ഇനിഷ്യേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഡാറ്റ ട്രാൻസ്ഫർ നടത്തണം എന്നുണ്ടെങ്കിൽ എന്തിൽ കൂടിയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്? ഇറ്റ് വിൽ ബി ഡൺ ത്രൂ ദ SCSI ബസ്സിൽ കൂടിയാണ് ട്രാൻസ്ഫർ നടത്തുന്നത്. അപ്പോൾ ബസ്സിൽ കൂടെ ട്രാൻസ്ഫർ നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം SCSI കൺട്രോളർക്ക് ഈ ബസ് കിട്ടണം. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇറ്റ് വിൽ ട്രൈ ഫോർ ഗെറ്റിംഗ് ദ ബസ്. സെക്കൻഡ് സ്റ്റെപ്പിൽ SCSI കൺട്രോളർ ബസ്സിനെ പിടിക്കാനായിട്ട്, അതായത് ബസ്സിൻ്റെ കൺട്രോൾ മേടിക്കാനായിട്ട് നടത്തും. It will try. And we know that bus arbitration techniques are there in order to get the control of the bus. And after winning the arbitration, the SCSI controller will get the control of the bus, and it will select the target and then hand over the control of the bus to the target. അപ്പോൾ എന്ത് ചെയ്യും? സെക്കൻഡ് സ്റ്റെപ്പിൽ SCSI കൺട്രോളർ ബസ്സിൻ്റെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ആർബിട്രേഷൻ, ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷനിൽ അത് വർക്ക് ചെയ്യും. എപ്പോഴാണോ അതിന് ബസ് കിട്ടുന്നത്, ദാറ്റ് മീൻസ് ദാറ്റ് ആഫ്റ്റർ വിന്നിങ് ദ ആർബിട്രേഷൻ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ബസ്സിൻ്റെ കൺട്രോളർ ആ ഇനിഷ്യേറ്റർക്കായി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനിഷ്യേറ്റർ ഇറ്റ് വിൽ സെലക്ട് ദ ടാർഗറ്റ്. ഏത് ഡിസ്കിൽ നിന്നാണോ ഡേറ്റ റീഡ് ചെയ്യേണ്ടത് ആ ഡിസ്കിനെ അല്ലെങ്കിൽ ഡിസ്ക് കൺട്രോളറിനെ അത് സെലക്ട് ചെയ്യും. And after selecting the target, it will send a command to the target about the operation. അത് കഴിഞ്ഞ് SCSI controller ആ ടാർഗറ്റിന് ഒരു കമാൻഡ് കൊടുക്കും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹാൻഡ് ഓവർ ദ ബസ് കൺട്രോൾ ടു ദ ടാർഗറ്റ്. പിന്നെ ഈ ബസ്സിൻ്റെ കൺട്രോളും ടാർഗറ്റിന് കൊടുക്കും, അതോടൊപ്പം ടാർഗറ്റിന് ഒരു കമാൻഡും കൊടുക്കും. തേർഡ് സ്റ്റെപ്പിൽ as we said, the initiator will specify a command to the target which will specify the operation that is needed by the initiator. Third step il initiator oru command കൊടുക്കും എന്ന് പറഞ്ഞു. ആ കമാൻഡിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? എന്ത് ഓപ്പറേഷൻ, റീഡ് ഓപ്പറേഷൻ ആണോ റൈറ്റ് ഓപ്പറേഷൻ ആണോ നടത്തുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ടാർഗറ്റിന് കൊടുക്കും. അതനുസരിച്ച് ടാർഗറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഐ തിങ്ക് ദ ഫസ്റ്റ് 3 steps ആർ ക്ലിയർ. ഈ 3 സ്റ്റെപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസസ്സറിന് ഡിസ്കിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് പ്രോസസ്സറിന് ആരുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ളൂ? പ്രോസസ്സർ വിൽ സെൻഡ് എ കമാൻഡ് ടു SCSI കൺട്രോളർ. ആ കമാൻഡ് കിട്ടിക്കഴിയുമ്പോൾ വാട്ട് SCSI കൺട്രോളർ വിൽ ഡു ഈസ് specified as 9 steps. Here I specified the first 3 steps. During the first step, the SCSI controller will act as the initiator and it will condense for the control of the bus. SCSI controller initiator ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ബസ്സിൻ്റെ കൺട്രോളറിന് വേണ്ടി അടിപിടി കൂടും. സെക്കൻഡ് സ്റ്റെപ്പിൽ after winning the bus arbitration, it will get the control of the bus. Then it will select the target and it will send a command to the target and hand over the control of the bus to the target. അത് കഴിഞ്ഞ് ബസ് ആർബിട്രേഷൻ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിൻ്റെ കൺട്രോളർ ഇനിഷ്യേറ്റർക്കാണ്. ഇനിഷ്യേറ്റർ ആരുടെ കയ്യിൽ നിന്നാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള ടാർഗറ്റിനെ സ്പെസിഫൈ ചെയ്യും. എന്നിട്ട് ബസ്സിൻ്റെ കൺട്രോളർ ടാർഗറ്റിന് കൊടുക്കും, അതോടൊപ്പം ഒരു കമാൻഡും കൂടെ കൊടുക്കും. Third step, the initiator will specify, as we said that the initiator will specify a command to the target which will indicate the type of operation it needs, and the target will start the output operation which is specified by the initiator. ടാർഗറ്റ് ആ കമാൻഡ് സ്വീകരിക്കും. എന്നിട്ട് കമാൻഡിനനുസരിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ദാറ്റ് ഇസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ദ ഡേറ്റ ട്രാൻസ്ഫർ. ഡേറ്റ ട്രാൻസ്ഫറിനുള്ള ഓപ്പറേഷനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. സോ നൗ വി ആർ കമ്മിങ് ടു ദ ഫോർത്ത് പോയിന്റ്. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ എന്താകും? അപ്പോൾ ഇപ്പോൾ എല്ലാ ഡ്യൂട്ടീസും ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇനിഷ്യേറ്റർ ടാർഗറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്കിൽ നിന്ന് ഡേറ്റേനെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ക് കൺട്രോളറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ വി ക്യാൻ സീ വാട്ട് ആർ ദ ആക്ഷൻസ് ഡൺ ബൈ ദ ടാർഗറ്റ് ഇൻ ഓർഡർ ടു റിസീവ് ദ ഡേറ്റ ഫ്രം ദ ഡിസ്ക്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡിസ്കിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുക എന്നുള്ളതാണ് ടാർഗറ്റിൻ്റെ ടാസ്ക്. So the target will first do the disk seek operation and send a message to initiator indicating that it will temporarily suspend the bus or the connection between it and the initiator. അതായത് ഇനി ടാർഗറ്റിൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it will try for a disk seek operation. അതായത് ഇതിന് വേണ്ട ഡേറ്റ ആ ഡിസ്കിൽ ഏത് സെക്ടറിലാണോ കിടക്കുന്നത് അത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ പറഞ്ഞു ഈ റീഡ് ചെയ്യാൻ 2 സെക്ടറിലെ ഡേറ്റയാണ് റീഡ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് സെക്ടറിനെ റീഡ് ചെയ്യാനുള്ള കൺട്രോള് it will be done by the target to the ഡിസ്കിലേക്ക്. ഡിസ്ക് കൺട്രോളർ ഡിസ്കിന് കമാൻഡ് കൊടുക്കും, എനിക്ക് ഇന്ന സെക്ടറിലെ ഡേറ്റേനെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ട്.
അപ്പോൾ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇനിഷ്യേറ്ററിൻ്റെ ആവശ്യമില്ല, കാരണം ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ടാർഗറ്റാണ്. So target will inform, it will send a message to the initiator indicating that it is temporarily suspending the bus. അപ്പോൾ ബസ് വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ടാർഗറ്റ് ഇനിഷ്യേറ്ററിന് ഒരു മെസ്സേജ് കൊടുക്കും ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് സസ്പെൻഡിങ് ദ ബസ്. ബസ്സിനെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡേറ്റേനെ ഫസ്റ്റ് റെഡിയാക്കട്ടെ എന്നുള്ള മട്ടിൽ ഉള്ള കാര്യം സസ്പെൻഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ ബസ്സിന് ഇനിഷ്യേറ്ററും ടാർഗറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. ബസ് വിൽ ബി ഫ്രീ ആൻഡ് ഡ്യൂറിംഗ് ദിസ് ടൈം ദ ബസ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി അതർ ഡിവൈസ്. വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേറെ ഡിവൈസിനെ ബസ് യൂസ് ചെയ്യാം. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ target will send a command to the disk drive to move the read head to the desired sector. വേണ്ട സെക്ടറിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കിൽ പല സെക്ടേഴ്സിലായിട്ടാണ് ഡേറ്റ കിടക്കുന്നത്. അപ്പോൾ ഡിസ്ക് സീക്ക് ഓപ്പറേഷനായിട്ട് ഉള്ള കമാൻഡ് ഓൾറെഡി ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണത്? അടുത്ത സ്റ്റെപ്പിൽ സെക്ടറിൽ നിന്നുള്ള ഡിസൈഡ് സെക്ടറിലേക്ക് റീഡ് റൈറ്റ് ഹെഡ് കൊണ്ടുവയ്ക്കാനുള്ള കൺട്രോൾ കൊടുക്കും. After that, the data will be read from the sector and the data will be stored to the data buffer inside the controller. Controller എന്ത് ചെയ്യും? ഡിസൈഡ് സെക്ടറിലേക്ക് ഡിസ്ക് റീഡ് ഹെഡ്, കാരണം ഹെഡ് വെച്ചിട്ടാണല്ലോ ഡേറ്റ റീഡ് ചെയ്യുന്നത്, ഡിസ്കിൻ്റെ മുകളിൽ റീഡ് ഹെഡ് വേണ്ട സെക്ടറിൽ കൊണ്ടുവയ്ക്കും. ആ സെക്ടറിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് ഡിസ്ക് കൺട്രോളറിലെ ബഫറിൽ കൊണ്ട് ഡേറ്റ വയ്ക്കും. ആൻഡ് ആഫ്റ്റർ ഇനഫ് ഡേറ്റ, അതായത് ഒരു സെക്ടറിലെ ഡേറ്റ റെഡി ആയി കഴിയുമ്പോൾ ബഫറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇറ്റ് വിൽ ട്രൈ ടു മേക്ക് എ കണക്ഷൻ വിത്ത് ദ ഇനിഷ്യേറ്റർ അഗെയിൻ. ഇനിഷ്യേറ്ററായിട്ട് ഇനി ഈ ഡേറ്റ നമുക്ക് ഇനിഷ്യേറ്ററിന് കൊടുക്കണമല്ലോ, അതായത് SCSI കൺട്രോളറിന് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഡേറ്റ റെഡിയാക്കി വെക്കും. ഡേറ്റ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബസ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ട്രൈ ഫോർ വിന്നിങ് ദ ആർബിട്രേഷൻ, ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ ആർബിട്രേഷൻ ഇറ്റ് വിൽ reselect the initiator and restore the connection between them. Then it will transfer the data from the buffer to the initiator. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യണത്? ടാർഗറ്റ് വേണ്ട ഡേറ്റേനെ റീഡ് ചെയ്യാനുള്ള, അതായത് ഡിസ്ക് റീഡ് ഹെഡ് വേണ്ട സെക്ടറിലേക്ക് കൊണ്ട് വയ്ക്കാൻ പറയും. എന്നിട്ട് അവിടെ നിന്ന് ഡേറ്റ റീഡ് ചെയ്തിട്ട് ബഫറിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും. ബഫറിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അടുത്തപ്പോൾ ഡേറ്റ ബഫറിലുണ്ട്, ഡിസ്കിൽ നിന്ന് വായിച്ചെടുത്ത ഡേറ്റ ബഫറിലുണ്ട്. ഇനി ആ ബഫറിൽ നിന്ന് ഇനിഷ്യേറ്ററിന് സെൻഡ് ചെയ്യണം. അപ്പോൾ അത് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ബസ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കണക്റ്റഡ് ആണല്ലോ, ടാർഗറ്റും ഇനിഷ്യേറ്ററും തമ്മിലുള്ള കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ വീണ്ടും റീസ്റ്റോർ ചെയ്യും. ദാറ്റ് ഈസ് വീണ്ടും ബസ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് ബസ് ആർബിട്രേഷൻ ടാർഗറ്റ് വിൻ ചെയ്തിട്ട് മറ്റേ ഡിവൈസും ഇനിഷ്യേറ്ററുമായിട്ടുള്ള കണക്ഷൻ റീസ്റ്റോർ ചെയ്യും. സിക്സ്ത് സ്റ്റെപ്പിൽ ടാർഗറ്റ് വിൽ സെൻഡ് data to the specified initiator. The data will be sent 8 to 16 bits in parallel. അപ്പോൾ ഡേറ്റ ബഫറിൽ, ഇപ്പോൾ ടാർഗറ്റ് ഡിവൈസിൻ്റെ ബഫറിലുണ്ട്, ആ ബഫറിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് പിന്നെ പാരലൽ വയറിലൂടെ ഇനിഷ്യേറ്ററിന് സെൻഡ് ചെയ്യും. സെവൻത്ത് സ്റ്റെപ്പിൽ ടാർഗറ്റ് കൺട്രോൾ, ഇപ്പോൾ ഒരു സെക്ടറിലെ ഡേറ്റ മാത്രമേ ടാർഗറ്റ് റീഡ് ചെയ്തിട്ടുള്ളൂ. അടുത്തതിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബസ് ഡിസ്കണക്ട് ചെയ്യും. കാരണം ഇനിയും അടുത്ത ഡേറ്റ എടുത്തിട്ട് വേണം, ഡിസ്കിൽ നിന്ന് എടുത്തിട്ട് വേണം ടാർഗറ്റിന്. അപ്പോൾ ഇനിഷ്യേറ്ററുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. എന്നിട്ട് ടാർഗറ്റ് ഈ സെയിം മാനറിൽ ഡിസ്ക് റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ ഡിസ്കിന് കൊടുക്കും. റീഡ് ഹെഡ് സെക്കൻഡ് സെക്ടറിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ഡേറ്റ എടുക്കും. അത് ടാർഗറ്റിലെ ബഫറിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ആ ബഫർ ഇനിഷ്യേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതായത് SCSI കൺട്രോളറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ബസ് എടുക്കണം. ബസ് കണക്ഷൻ വീണ്ടും റീസ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് ഡേറ്റ വിൽ ബി ട്രാൻസ്ഫർ ടു ദ ഇനിഷ്യേറ്റർ. അപ്പോൾ അങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അപ്പോൾ ഡേറ്റ ആരുടെ കയ്യിലെത്തി? രണ്ട് സെക്ടറിലുള്ള ഡേറ്റനെ ഇപ്പോൾ ഇനിഷ്യേറ്ററിൻ്റെ കയ്യിലെത്തി. പിന്നെ ഇനിഷ്യേറ്ററിന് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഡേറ്റനെ മെയിൻ മെമ്മറിയിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ പെർഫോം ദ ടാസ്ക് ഇൻ DMA മെക്കാനിസം. DMA ട്രാൻസ്ഫർ അപ്രോച്ചിൽ അത് ഡേറ്റ മെയിൻ മെമ്മറിയിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. ആൻഡ് ആഫ്റ്റർ സ്റ്റോറിംഗ് ദ എൻറ്റയർ ഡേറ്റ to the main memory, the SCSI controller will send an interrupt to the processor indicating that the requested operation has been completed. എന്നിട്ട് SCSI controller interrupt
അതായത് പ്രോസസ്സറിനെ അറിയിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലാണ്, ഇതാണ് നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഹൗ ദ ഡേറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഇസ് ഡൺ ഇൻ SCSI. അത് പല സ്റ്റെപ്സ് ആയിട്ടാണ്, അത് ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ്, അപ്പോൾ ഇതിലെ മെയിൻ ടാസ്ക് എന്താ? വാട്ട് ഇസ് ദ എയിം? The processor want to read data from the disk, and suppose that the data is stored in two sectors which are not contiguous. So first of all, the processor will send a request to the SCSI controller. So the following action will be taken by the SCSI controller as a result. The first step is that the SCSI controller will act as the initiator. The second step is it will try for the bus in order to perform the communication with the appropriate target. After winning the arbitration, it will get the control. The initiator will get the control of the bus. It will select the appropriate target. Then it will send a command and it will transfer the control of the bus to the target. The target will receive the command which is sent by the initiator, which indicate that the type of operation which is to be done by the target, and it will start the output operation. And in next step, the target will it will try for a disk seek operation, and target will temporarily suspend the connection between the initiator and target by sending appropriate message to the initiator. Then it releases the bus. In the fifth step, target will send a read command. It will send a command to the disk in order to move the read head to the desired sector. The data will be read from that sector. It will be stored inside a buffer of the target, and whenever the buffer becomes full, it will again try to make a connection with the initiator, because now the first part data is ready from the sector. It will again win the bus arbitration, get the control of the bus, transfer the data from the buffer to the SCSI. Then again one more sector is there to read. So it will again do the same operation, that is, it will disconnect, it will suspend the connection with the initiator. Again it will send a command to the disk in order to read the second sector. The data will be transferred from that sector to the buffer inside the target. Then whenever the data transfer is completed, that is the data stored in the buffer, it will again try to make a connection with the initiator, because the second part of the data is ready from the sector. After winning the arbitration, the bus initiator, that is the target, will get the control of the bus. It will reselect, that is, it will again select the same initiator and transfer the data back to the initiator. So after that, temporarily after the complete transfer, the data communication between the target and the initiator will be temporarily disconnected. So now SCSI contains the first and second sector data, the desired data. The SCSI will now communicate with the main memory in a DMA transfer mode in order to transfer the entire data. And after the completion of data, the SCSI controller will send interrupt to the processor, indicating that the data transfer has been completed. അപ്പോൾ ഇതിനിടയ്ക്ക് SCSI ബസ് ചില കൺട്രോൾ മെസ്സേജസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും കൺട്രോളേഴ്സുമായിട്ടൊക്കെ സെൻഡ് ചെയ്യും. അതായത് ചിലപ്പോൾ എന്തെങ്കിലും എറേഴ്സ് റീഡ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും എറേഴ്സൊക്കെ വരികയാണെങ്കിൽ, അത് ഫെയിലിയറോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യും ബൈ സെൻഡിങ് അപ്രോപ്രിയേറ്റ് ഡിവൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. ഡേറ്റ ട്രാൻസ്ഫർ ഒരു SCSI കൺട്രോളറിൻ്റെ ഡേറ്റ ട്രാൻസ്ഫറിൽ മെയിനായിട്ടുള്ളത്. ഇനി കുറച്ച് നമ്മളീ പറഞ്ഞ ഇതിൽ റീസ്റ്റോറിങ് എന്താണ്, ബസ് ആർബിട്രേഷൻ എന്താണ്, അങ്ങനത്തെ ചെറിയ ചെറിയ പോയിന്റ്സും കൂടെ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ബസ് സിഗ്നൽസ്. നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ SCSI ബസ്സാണുള്ളത്. നാരോ ബസ് ഉണ്ട്, വൈഡ് SCSI ഉണ്ട്. നാരോ SCSIയിൽ 8 ബിറ്റ് പാസ് ചെയ്യാനുള്ള ലൈൻസ്, പാരലൽ ലൈൻസ് ഉണ്ട്. ഒരു സമയം 8 ബിറ്റിന് പാസ് ചെയ്യാം. അപ്പോൾ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ SCSI ബസ്സിൽ അഡ്രസ് ബസ്സില്ല, ഡേറ്റാ ബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 8 ഡേറ്റാ ബസ് ഉണ്ടല്ലോ, ഓരോ ബസ്സിനും ഓരോ വയറിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 0 മുതൽ 7 വരെ.
അപ്പോൾ ഓരോ ഈ ബസ്സിലേക്ക് നമുക്ക് മാക്സിമം 8 ഡിസ്ക് കൺട്രോളേഴ്സിനെ വരെ ആഡ് ചെയ്യാം. ഓരോ ഡിസ്ക് കൺട്രോളറിനും 0 മുതൽ 8 വരെ 7 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0th ഡേറ്റ ലൈൻ ആക്റ്റീവ് ആകുമ്പോൾ ഡിസ്ക് കൺട്രോളർ 0 ആക്ടിവേറ്റ് ആകും, അതിൻ്റെ അഡ്രസ്സാണ്. സെക്കൻഡ് ഡിസ്ക് കൺട്രോളർ 1നെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഡേറ്റ ലൈനിൽ കൂടെ ലൈൻ സെൻഡ് ചെയ്യും. അതുപോലെ അപ്പോൾ 16 അഡ്രസ് ലൈൻസ് എന്ന് പറയുമ്പോൾ 16 കൺട്രോളേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ് ടു 16 കൺട്രോളേഴ്സ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ കേസ് ഓഫ് വൈഡ് SCSI. കാരണം 16 ലൈൻസ് ഉണ്ടല്ലോ, 0 മുതൽ 15 വരെ നമ്പേഴ്സ് ഓരോ ഡേറ്റ ലൈനിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 0 എന്ന് പറഞ്ഞാൽ ഡിസ്ക് കൺട്രോളർ 0, 1 എന്ന് പറഞ്ഞ ഡേറ്റ ലൈൻ കറസ്പോണ്ട്സ് ടു ഡിസ്ക് കൺട്രോളർ 1, അങ്ങനെ. ഇനി ബസ് ആർബിട്രേഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബസ് ആർബിട്രേഷൻ ടെക്നിക്സ് DMAയിൽ പഠിച്ചപ്പോൾ ബസ് ബിസി ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ പറഞ്ഞിരുന്നു. ആ ബസ് ബിസി ലൈൻ ഇനാക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബസ് ഫ്രീ ആണ്, ആർക്കും ഇപ്പോൾ ബസ് വേണ്ട, ബസ് ഫ്രീ ആയിട്ടിരിക്കുവാണ്. that is indicated by bus busy line inactive. So whenever any controller need the bus, it can send a request to the bus. അപ്പോൾ ബസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൺട്രോളറിന് ബസ് വേണമെന്നുണ്ടെങ്കിൽ it can make a request, ബസ് റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ചില സമയത്ത് ബസ് ഫ്രീ ആയിരിക്കും, ഇപ്പോൾ ബസ്സിൽ ആരുമില്ല, ആ സമയത്ത് ചിലപ്പോൾ 2 2-ലധികമോ ഡിവൈസസ് ഒരേ സമയം, if suppose that it is trying to get the bus, at that time we have to use the bus arbitration. ബസ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരേ സമയം ഒരുപാട് പേര് ബസ്സിന് വേണ്ടി കടിപിടി കൂടുകയാണെങ്കിൽ ആ സമയത്ത് ആർബിട്രേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആർബിട്രേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ ആണ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആരാണോ വിൻ ചെയ്യണത് അയാളായിരിക്കും നെക്സ്റ്റ് ബസ് മാസ്റ്റർ. അപ്പോൾ ആർക്കാണോ ബസ് കിട്ടുന്നത് അയാൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ബസ് ബിസി ലൈൻ ആക്ടിവേറ്റ് ചെയ്യും, which indicate that it is the bus master and it is going to transfer the data, or it is going to use the bus for its data transfer. ഇനി അടുത്തത് സെലക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബസ് മാസ്റ്റർ ആദ്യം ഇനിഷ്യേറ്ററിൻ്റെ കേസിൽ ഇനിഷ്യേറ്റർ ആദ്യം ബസ്സിന് വേണ്ടിയിട്ട് it will try for getting the bus. ഡേറ്റ ട്രാൻസ്ഫർ നടത്തണം എന്നുണ്ടെങ്കിൽ ഇനിഷ്യേറ്ററിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡേറ്റ ബസ്സിനെ മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ടു വിൻ ദ ആർബിട്രേഷൻ വിൻ ചെയ്യണം. വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ബസ് ബിസി ലൈൻ ആക്റ്റീവ് ആകും. അതിൻ്റെ അർത്ഥം ബസ് ഇപ്പോൾ അയാളുടെ കൺട്രോളിലാണ്. എന്നിട്ട് ആഫ്റ്റർ വിന്നിങ് ദ ആർബിട്രേഷൻ ഇറ്റ് വിൽ അസേർട്ട്, അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ബിസി ലൈൻ അസേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇനി ആരും ബസ് മേടിക്കരുത്, കാരണം അയാൾക്ക് ബസ്സിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് അയാൾ ഒരു സെലക്ട് ലൈൻ ഉണ്ട്. ആഫ്റ്റർ വിന്നിങ് ദ ആർബിട്രേഷൻ, ആസ് ഐ സെഡ്, ദ initiator will assert the bus busy line, then it will place the corresponding address. എന്നിട്ട് അയാളുടെ അഡ്രസ്സ് ആദ്യം പറയും. It will place its address on the bus by activating data line. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് പിന്നെ അഡ്രസ് ബസ് ഇല്ല. അപ്പോൾ അഡ്രസ് ബസ്സിന് പകരം അഡ്രസ്സ് പ്ലേസ് ചെയ്യേണ്ടത് ഡേറ്റ ലൈനിൽ കൂടിയാണ്. അപ്പം ഞാനാണ് കൺട്രോളർ ഉണ്ടെങ്കിൽ ഞാനാണ് ഇനിഷ്യേറ്റർ എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ അഡ്രസ്സ് ബസ്സിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ എൻ്റെ അഡ്രസ്സ് വയ്ക്കാൻ എനിക്ക് അഡ്രസ് ലൈൻസ് ഒന്നുമില്ല. സോ ഐ വിൽ ആക്ടിവേറ്റ് മൈ അഡ്രസ് ബൈ സ്പെസിഫൈങ് ദ ഡേറ്റ ലൈൻസ്. ഏതാണോ ഡേറ്റ ലൈൻ, ഇപ്പോൾ എൻ്റെ ലൈൻ 1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ ഡേറ്റ ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എൻ്റെ അഡ്രസ്സ് 1 ആണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ അസേർട്ട് എ സെലക്ട് ലൈൻ. കാരണം ഇനി അയാൾ ഇനിഷ്യേറ്ററിൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിനെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് അയാൾ സെലക്ട് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ പ്ലേസ് ദ അഡ്രസ് ഓഫ് ദ ടാർഗറ്റ്. എന്നിട്ട് അയാൾ ടാർഗറ്റിൻ്റെ അഡ്രസ്സ് പ്ലേസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു ബസ്സിൻ്റെ കൺട്രോൾ പിന്നെ ആർക്ക് കൊടുക്കുകയാണ്? ബസ്സിൻ്റെ കൺട്രോള് പിന്നെ ഇറ്റ് ഈസ് ഗിവൺ ടു ദ ടാർഗറ്റ്. അപ്പോൾ ഇനി ടാർഗറ്റ് ആയിരിക്കും ബസ് ബിസി ലൈൻ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ടാർഗറ്റിന് ബസ്സിൻ്റെ കൺട്രോൾ കൊടുത്തു. അപ്പോൾ പതുക്കെ ഇനിഷ്യേറ്റർ വിൽ റിമൂവ് ഇറ്റ്സ് അഡ്രസ് ഇൻഫർമേഷൻ ആൻഡ് ബസ് ബിസി ലൈൻ. അയാൾ പതുക്കെ അയാളുടെ അഡ്രസ്സും ഡീആക്ടിവേറ്റ് ചെയ്യും, അയാളുടെ ബസ് ബിസി ലൈനും ഡീആക്ടിവേറ്റ് ചെയ്യും. കാരണം അയാൾ ബസ്സിൻ്റെ കൺട്രോള് ഇപ്പോൾ ടാർഗറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇനിഷ്യേറ്റർ ഒരു ടാർഗറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ആക്ഷൻ.
ഇനി പതുക്കെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നടത്തും. നമുക്കറിയാം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിഷ്യേറ്റർ ആദ്യം ഒരു കമാൻഡ് കൊടുക്കും, കുറച്ച് കാര്യങ്ങൾ ആദ്യം ഇനിഷ്യേറ്റർ പറഞ്ഞു കൊടുക്കും, ഇൻഫർമേഷൻസ് കൊടുക്കും. ദാറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ദ ടു കൺട്രോളേഴ്സ്. അതായത് ഇനിഷ്യേറ്ററും ടാർഗറ്റും തമ്മിൽ ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യണം. അതിൽ എന്തൊക്കെ ഉണ്ടാകും? കമാൻഡ് ഉണ്ടാകും. ദാറ്റ് വിൽ ബി ഗിവൺ ബൈ ദ ഇനിഷ്യേറ്റർ. സ്റ്റാറ്റസ് റെസ്പോൺസ് ഉണ്ട്, എന്ത് ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം, ടു ഓർ ഫ്രം ദ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ, ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ്, ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇനിഷ്യേറ്റർ കൊടുക്കുന്ന കമാൻഡിലുള്ളത്. അപ്പോൾ ആഫ്റ്റർ സെലക്ടിങ് ദ ടാർഗറ്റ് ബൈ ദ ഇനിഷ്യേറ്റർ, ഇറ്റ് വിൽ സെൻഡ് എ കമാൻഡ് ടു ദ ടാർഗറ്റ്. ദ കമാൻഡ് ഇൻഡിക്കേറ്റ്സ് ഓൾ ദീസ് പോയിന്റ്സ്. ഈ ഇത്രയും കാര്യങ്ങളാണ് കമാൻഡിലുള്ളത്. അതായത് സ്റ്റാറ്റസ് റെസ്പോൺസ്, ഇനിഷ്യേറ്ററുമായിട്ടുള്ള സ്റ്റാറ്റസ് റെസ്പോൺസ്, എന്ത് ഡേറ്റേനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ട, ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ്, ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ടാകും. പിന്നെ at the end of the transfer, the target controller releases the busy signal feeling അതായത് ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രാൻസ്ഫർ ഈ കമാൻഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് പിന്നെ എന്ത് ചെയ്യും? അയാൾ ബസ് ബിസി ലൈൻ പതുക്കെ എടുത്ത് മാറ്റും. കാരണം അയാൾക്ക് ചെയ്യേണ്ട കാര്യം ടാർഗറ്റിനുള്ളതാണ്. അപ്പോൾ ടാർഗറ്റ് ബിസി ലൈൻ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യും. കാരണം ഇനി ഡേറ്റ ഡിസ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ട സമയത്ത് മാത്രം അത് കണക്ഷൻ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇനി പറഞ്ഞത് റീസെലക്ഷൻ. നമ്മൾ പറഞ്ഞു ഇടയ്ക്ക് ടാർഗറ്റ് പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബസ്, ഇനിഷ്യേറ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്കിടയ്ക്കായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്നുള്ളതാണ് ഈ പോയിന്റിലുള്ളത്. അപ്പോൾ എപ്പോഴാണോ ടാർഗറ്റ് ഇനിഷ്യേറ്ററിന് ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ റെഡി ആകുന്നത്, അപ്പോൾ അയാൾ ലോജിക്കൽ കണക്ഷന് വേണ്ടിയിട്ട് റെഡിയാകും. വീണ്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അതിന് വേണ്ടിയിട്ട് അയാൾ ആർബിട്രേഷൻ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെയാണോ ഇനിഷ്യേറ്റർ, ആർക്കാണോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആരാണോ ചോദിച്ചിരുന്നത് അയാളെ ഇനിഷ്യേറ്റർ ആക്കും. പിന്നെ ടാർഗറ്റിൻ്റെയും ഇനിഷ്യേറ്ററിൻ്റെയും റോള് റിവേഴ്സ് ചെയ്യും. അതായത് ഇപ്പോൾ ടാർഗറ്റ് ആയിരുന്ന ആൾ ഇനിഷ്യേറ്റർ ആകും, ഇനിഷ്യേറ്റർ ആയിരുന്ന ആൾ ടാർഗറ്റും ആകും. എന്നിട്ട് ഇപ്പോഴത്തെ ഇനിഷ്യേറ്റർ ബസ് ബിസി ലൈൻ ആക്റ്റീവ് ആകും. എന്നിട്ട് അയാൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ഇപ്പോഴത്തെ ടാർഗറ്റിന് ബസ് കൊടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ ടാർഗറ്റ് ബസ് ബിസി ലൈൻ ആക്റ്റീവ് ആകും. അങ്ങനെയാണ് പിന്നെ ഇവർ തമ്മിൽ കണക്ഷൻ വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് SCSI എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിലുള്ളത്. അപ്പോൾ ഞാൻ ടൈപ്സ് ഓഫ് SCSI മുതൽ തുടങ്ങി. ടൈപ്സ് ഓഫ് SCSI, ഒരു SCSI ഡേറ്റ ട്രാൻസ്ഫറിൽ ഏത് തരത്തിലെ ഡേറ്റ ഡിസ്കിനെ കണക്ട് ചെയ്യാനാണ്, പിന്നെ ഇതിൽ ഇനിഷ്യേറ്റർ എന്താണ്, ടാർഗറ്റ് എന്താണ്, പിന്നെ ഡേറ്റ ട്രാൻസ്ഫർ SCSIയിൽ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു. പ്രോസസ്സറിന് ഡിസ്കിൽ നിന്ന് ഡേറ്റ എടുക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ എടുത്തു. അത് 9 സ്റ്റെപ്പായിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തത്. ഇനി അതിലെ കുറച്ച് ഓവറോൾ പോയിന്റ്സ് പറഞ്ഞു. ബസ് സിഗ്നൽസ് എങ്ങനെയാണ് ഓരോ കൺട്രോളറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അഡ്രസ് ബസ് ഒന്നുമില്ല, പകരം ഡേറ്റാ ബസ്സിലെ ഓരോ ലൈൻ ഓരോ ഡിവൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ബസ് ആർബിട്രേഷൻ എന്താണെന്ന് പറഞ്ഞു. ബസ് ആർബിട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ടാർഗറ്റിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നടത്തുന്നതെന്ന് പറഞ്ഞു. സെലക്ട് ചെയ്ത ഡിവൈസിനെ റീസെലക്ട് ചെയ്യണം, അതായത് ഒരിക്കൽ കണക്ഷൻ കളഞ്ഞാൽ വീണ്ടും കണക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SCSIനെ കുറിച്ച് മെയിനായിട്ടുള്ളത്.